മോർണിംഗ് ന്യൂസിൽ വിശദമായ വാർത്തകളിലേക്കാണ്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും കൊച്ചിയിലെ മോഡൽ സൗമ്യയെയും ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 10 മണിക്ക് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. മൂവരും ഹാജരാകുമെന്നാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ ചോദ്യം ചെയ്യലുണ്ടല്ലോ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിച്ചറിയുന്നത്? ഇതിനകത്ത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ പോലീസിന്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ടല്ലോ. അശ്വിന, ഈ 3 പേരും ഇന്ന് രാവിലെ 9:30 ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്ത് എത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂവരും എത്താമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ഇനി അഥവാ എത്തിയില്ലെങ്കിൽ ഇവർക്കെതിരെ മറ്റ് നടപടികളിലേക്ക് കൂടി നീങ്ങാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ മൂവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം ഈ തസ്ലീമ, ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ 1-ാം പ്രതി ചെന്നൈ സ്വദേശി തസ്ലീമ സുൽത്താന്റെ മൊഴിയാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും തന്റെ സുഹൃത്തുക്കളാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടി അവർ പറഞ്ഞതാണ്. ഒപ്പം തന്നെ ഇവരുടെ ബാങ്ക് ഇടപാടുകൾ, ഇവർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കൊച്ചിയിലെ മോഡലായിട്ടുള്ള കെ സൗമ്യയുമായി പലതരത്തിലുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. ബൽറാമിലേക്കാണ് നമുക്ക് വേഗമൊന്ന് പോകേണ്ടത്. ബൽറാം അറിയിക്കുന്നത്, പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരും സൈന്യവുമായി വെടിവെപ്പ്. തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ വെച്ചാണ് ഏറ്റുമുട്ടലുണ്ടായത്. 4 തവണ സേന ഭീകരരുടെ തൊട്ടടുത്ത് എത്തിയെന്ന വിവരമാണ് ബൽറാം അറിയിക്കുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തായാലും സൈന്യം ഭീകരരുടെ തൊട്ടടുത്തെത്തി, എന്നാലും അവർ സജ്ജമാണ്, തിരിച്ച് ആക്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് അതിർത്തിയിൽ നിന്ന് ലഭിക്കുന്നത്? ക്രിസ്റ്റീന, ഈ പെഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് 5-ാം ദിവസം തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ ഭീകരവാദികളും തൊട്ടു പിന്നാലെ തന്നെ സൈന്യം ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഭീകരവാദികളും സൈന്യവും തമ്മിൽ തൊട്ടടുത്ത് 4 തവണയെങ്കിലും തൊട്ടടുത്തെത്തുന്ന സാഹചര്യമുണ്ടായി എന്നും 1 തവണ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ വെച്ചാണ്, കുൽഗാമിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. എന്നാൽ ഈ മേഖലയിൽ വനം തിങ്ങി നിറഞ്ഞ വനമേഖലയിൽ വെച്ചായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഭീകരവാദികൾ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അല്പസമയം നീണ്ട ഏറ്റുമുട്ടലിന് തൊട്ടു പിന്നാലെ തന്നെ ഭീകരർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ആദ്യ സമയത്ത് ഈ ഭീകരരെ സൈന്യം കണ്ടത് ഹർപത് നാർ വനമേഖലയിൽ വെച്ചാണ്. ഹർപത് നാർ ഗ്രാമത്തോട് തൊട്ടടുത്ത് ചേർന്ന വനമേഖലയിൽ വെച്ചായിരുന്നു. തുടർന്ന് സൈന്യം അവരെ പിന്തുടരുകയാണ് ഉണ്ടായത്. പിന്നീടാണ് കുൽഗാമിൽ വെച്ച് ഇവരെ മായി തൊട്ടടുത്തെത്തുകയും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. കാഴ്ച പരിധിയിൽ ഇവർ വരുന്ന സാഹചര്യം 4 തവണ ഉണ്ടായി എന്നുള്ള വിവരം ഈ സുരക്ഷാ സേന സ്ഥിരീകരിക്കുന്നുണ്ട്. സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ആ വിവരം സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം ഭീകരർ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നും സൈന്യം പിന്തുടരുന്നു എന്നുമാണ് ഈ സോഴ്സുകളിൽ നിന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ഈ ഭക്ഷണവും വെള്ളവും അടക്കമുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിപ്പോ ഇത്രയും ദിവസമായി, അതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടുകാരെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി സാധാരണഗതിയിൽ ഉണ്ടായേക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവരെ ആശ്രയിക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് പിടിച്ചു പറിക്കണം. ആ രീതിയിൽ ഇവരുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങളും മറുവശത്ത് നടക്കുന്നുണ്ടോ? ക്രിസ്റ്റീന, ഈ ഭീകരർ തയ്യാറെടുപ്പുകളുമായാണ് ഈ ആക്രമണത്തിനായി എത്തിയത്. എങ്കിൽ പോലും മുഴുവൻ ദിവസത്തേക്കുള്ള ഭക്ഷണവും ഇത്രത്തോളം നീണ്ട ഒരു തെരച്ചിൽ നടപടികൾ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭക്ഷണം അവരുടെ പക്കലില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് സുരക്ഷാ സേന. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ ഒരു രാത്രി ഗ്രാമത്തിലെ ഒരു വീട്ടിൽ കയറി ഇവർ ഭക്ഷണം മോഷ്ടിച്ചതായുള്ള വിവരം നാട്ടുകാരിൽ നിന്നും വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് ഉടൻ തന്നെ സുരക്ഷാ സേന എത്തിയിരുന്നെങ്കിലും അപ്പോഴേക്കും ഭീകരർ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ തന്നെയാണ് എന്നത് തന്നെയാണ് ഈ സുരക്ഷാ സേനയുടെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഇവർക്ക് പലപ്പോഴും പ്രാദേശിക സഹായം ലഭിക്കാനുള്ള സാധ്യതയും സുരക്ഷാ സേന തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിലെല്ലാം തന്നെ ഈ ഭീകരവാദി ബന്ധമുള്ള, മുൻപ് ഭീകരവാദ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള
രീതിയിലുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നത് സുരക്ഷാ സേന. ഇവർ കൃത്യമായി ആസൂത്രണം ചെയ്തതാണെങ്കിൽ ഇത്തരത്തിൽ ഭക്ഷണം എത്തിക്കാനുള്ള ഒരു ശൃംഖല പോലും സൃഷ്ടിച്ചിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനം സുരക്ഷാ സേനയ്ക്ക് ഉണ്ട്. ഇതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തെരച്ചിൽ ഇപ്പോൾ ഏത് ഭാഗത്താണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. ഈ ഒരു ഓപ്പറേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ എന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എവിടെ തെരച്ചിൽ നടക്കുന്നു, ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ, തെരച്ചിൽ പുരോഗമിക്കുന്ന ദിശ അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല. 3 പാകിസ്ഥാൻ ഭീകരനും ഒപ്പം തന്നെ ആദിൽ തോക്കർ എന്ന കശ്മീർ സ്വദേശിയുമാണ് ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്ന് കഴിഞ്ഞ ദിവസം NIA-യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥിരീകരണമുണ്ടായിരുന്നു. NIA-ക്ക് ലഭിച്ച തെളിവുകളിൽ ഏറ്റവും പ്രധാനം ഈ ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. അത് പകർത്തിയ വീഡിയോഗ്രാഫറിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട് NIA. ഈ ദൃശ്യങ്ങളിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് NIA സംഘം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും 5ാം ദിവസവും ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തെരച്ചിൽ നടപടികൾ ഏകോപിപ്പിക്കുന്ന ജമ്മുകശ്മീർ പോലീസ് നിർണായകമായ പങ്ക് ഇക്കാര്യത്തിൽ വഹിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഭീകരരുമായി തൊട്ടടുത്ത് തന്നെ സൈന്യം ഇപ്പോഴും ഉണ്ട്. ആ മേഖല ഏത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ജമ്മു കശ്മീരിലെ വനമേഖല പൂർണ്ണമായും അരിച്ചുപെറുക്കിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ സേന ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പ്രാദേശികമായി ഈ ഭീകരർക്ക് സഹായം നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായ നടപടികൾ കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് സുരക്ഷാ സേന ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല വീടുകൾ, ഏതാണ്ട് 12ഓളം ഭീകരരുടെ വീടുകൾ സുരക്ഷാ സേനയും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് തകർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് കൃത്യമായി തന്നെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സഹായം നൽകിയ, അവർക്ക് ഇവിടെ എത്തി താമസ സൗകര്യവും യാത്രാ സൗകര്യവും ഒരുക്കിയ ഭീകരരെയാണ് കണ്ടെത്തുകയും അവർക്കെതിരായ നടപടിയെടുക്കുകയും ചെയ്തത്. 22 മണിക്കൂറോളം കാൽനടയായി സഞ്ചരിച്ച്, വനമേഖലയിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് ഭീകരവാദികൾ ഈ ബൈസരൻ കുന്നിൻ ചെരുവിൽ എത്തിയത് എന്നും തുടർന്നാണ് ഈ ആക്രമണം നടത്തിയത് എന്നും സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുണ്ട്. NIA-ക്ക് ആ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രിതമായി ഈ ഭീകരവാദികൾ ഇവിടെ എത്തുകയായിരുന്നു. ദിവസങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പുകളോടെയാണ് അവിടെ എത്തിയത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ബൈസരൻ വാലിയിലെ 2 ഇടങ്ങളിലായി, ഈ മൈതാനത്തിന്റെ 2 ഇടങ്ങളിലായി ഭീകരർ 2 പേരടങ്ങുന്ന സംഘമായി നിലയുറപ്പിക്കുകയും ഇവിടെ എത്തിയ ആളുകളോട് ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നും 4 പേരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആളുകൾ പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ ആൾക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു എന്നും NIA-ക്ക് ലഭിച്ച ഈ പ്രാദേശിക വീഡിയോഗ്രാഫർ ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അതിൽ നിന്നും കൃത്യമായി ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. തോക്കുകൾ തിരിച്ചറിയാൻ ഫോറൻസിക് പരിശോധനയിലും ഈ ദൃശ്യങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ അവരുടെ തൊട്ടടുത്തായി തന്നെ സൈന്യം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എത്തിച്ചത്. ഈ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഭീകരരുടെ തൊട്ടടുത്ത് 4 തവണയാണ് സൈന്യം എത്തിയിരിക്കുന്നത്. അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ തീർന്നുവെന്ന ഒരു സൂചനകളും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ കീഴടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സൈന്യം. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം. രാവിലെ 10:30-ക്കാണ് നിയമസഭ ചേരുക. പഹൽഗാം മേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ വിസയിൽ തുടരുന്ന പാക് പൌരന്മാർക്ക് ഇന്ത്യ വിടാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പാകിസ്ഥാനിൽ നിന്ന് 700-ലേറെ ഇന്ത്യക്കാർ തിരികെ എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ സംവിധായകരിൽ നിന്ന് പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉറവിടം തേടി എക്സൈസ്. പിടിയിലായ ഷാലിഫ് മുഹമ്മദ് കൈമാറിയ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇയാളെ പിടികൂടിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ്. കേസിലെ വിവരങ്ങൾ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. റാഫി, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇന്ന് നടക്കുക, എന്തൊക്കെ നടപടിക്രമങ്ങളാണുള്ളത്?
ക്രിസ്റ്റീന, തീർച്ചയായും ഇന്ന് ഈ കഞ്ചാവിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഈ ചെറിയ അളവിലുള്ള കഞ്ചാവ് പിടികൂടിയെങ്കിലും ഈ കഞ്ചാവ് പിടികൂടിയ സംവിധായകരിൽ നിന്ന് ലഭിച്ച മൊഴി അത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. കാരണം വർഷങ്ങളായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്നും ഈ കഞ്ചാവ് ഇവർക്ക് എത്തിച്ചു നൽകിയ വ്യക്തിയുടെ മൊബൈൽ നമ്പറും ഒപ്പം തന്നെ ആളുടെ പേരും എക്സൈസിന് മുന്നിലേക്ക് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും കൈമാറിയിരുന്നു. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് എക്സൈസ് പിന്നീട് ആരംഭിച്ചത്. ഈ അന്വേഷണമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നതും. ഇന്നലെ കൈമാറിയ മൊബൈൽ നമ്പർ അത് സ്വിച്ച് ഓഫ് ആണ്, അത് ഇതുവരെയും സ്വിച്ച് ഓൺ ആയിട്ടില്ല. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോൾ വിവരങ്ങളും ഇയാളുടെ ടവർ ലൊക്കേഷൻ അടക്കം എടുത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എക്സൈസ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം. ഒപ്പം തന്നെ ഈ ഫ്ളാറ്റിൻ്റെ ഉടമയായ സമീർ താഹിർ, സംവിധായകനായ സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ലഹരി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ സമീർ താഹിറിനെ കേസിലേക്ക് പ്രതി ചേർക്കാൻ എക്സൈസിന് കഴിയും. അത് സമീർ താഹിറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമാകും ഉണ്ടാവുക എന്ന് ഇന്നലെ തന്നെ എക്സൈസ് വ്യക്തമാക്കിയിരുന്നു. ഇതിനുവേണ്ടി ഇന്ന് ഒരുപക്ഷെ സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് നൽകിയേക്കും. അങ്ങനെയെങ്കിൽ നാളെ സമീർ താഹിർ എക്സൈസിന് മുന്നിൽ ഹാജരാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള നടപടിയാണ് എക്സൈസ് ഇന്ന് നടത്തുന്ന മറ്റൊരു കാര്യം. സമീർ താഹിറിന് നോട്ടീസ് നൽകി വിളിപ്പിച്ചതിന് ശേഷം ഈ ലഹരി ഇടപാടുകളുമായും ഒപ്പം തന്നെ ഇവരുടെ ലഹരി പാർട്ടികളിൽ ഏതെങ്കിലും തരത്തിൽ സമീർ താഹിറിന് ബന്ധമുണ്ടോ എന്ന് എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഈ സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഫ്ളാറ്റ് 3 മാസമായി എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സൈസിൻ്റെ റഡാറിൽ സമീർ താഹിറും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകളും എക്സൈസ് ഇന്ന് നടത്തും. ഏതായാലും ഈ കഞ്ചാവിൻ്റെ ഉറവിടമാണ് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അന്വേഷണത്തിൽ നിർണായകമാവുക. ആ ഉറവിടം തേടിയുള്ള അന്വേഷണം ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി, റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സെൻട്രൽ പാനലിലെ 4-ൽ 3 സീറ്റുകളും നേടി ഐസ DSF സഖ്യം. ഐസയുടെ നിതീഷ് കുമാറാണ് പ്രസിഡന്റ്. DSFന്റെ മനീഷയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. സെൻട്രൽ പാനലിലെ ഒരു സീറ്റ് ABVP നേടി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവിൽ സംഘർഷഭരിതമായിരുന്നു. പലതരത്തിലുള്ള ചർച്ചകൾ, അത് ചിലത് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. 10 വർഷത്തിന് ശേഷം ABVP ഒരു സീറ്റ് നേടുന്നു. മൊത്തത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണോ ഇത്? കഴിഞ്ഞ ദിവസം വോട്ടെണ്ണലിനിടെയും ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ക്രിസ്ത്യൻ, ഇപ്പോൾ JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഐസ DSF സഖ്യത്തിനാണ് വിജയം. സെൻട്രൽ പാനലിൽ 4-ൽ 3 സീറ്റിലും ഐസ DSF സഖ്യം വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ജോയിന്റ് സെക്രട്ടറി സീറ്റിൽ ABVPക്കും ജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് സെൻട്രൽ പാനലിലെ ഒരു സീറ്റിൽ ABVP എത്തുന്നത്. ഐസയുടെ നിതീഷ് കുമാറാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. DSFന്റെ മനീഷയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ABVPയുടെ വൈഭവ് മീനയാണ് ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. 42 കൗൺസിലിൽ 23 എണ്ണവും ABVP സ്വന്തമാക്കിയിട്ടുണ്ട്. സെൻട്രൽ പാനലിൽ ABVP വിജയിക്കുന്നത് ഇത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. ക്രിസ്റ്റീന. ശരി, വിനിത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് ചേവായൂരിലെ സൂരജ് കൊലക്കേസിൽ പിടിയിലാകാനുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സംഭവത്തിൽ 8 പേർ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 10 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി. ഇതിൽ 9 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത ഒരാളെ JJ ബോർഡിന് മുന്നിൽ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. സമീപത്തെ കോളേജിൽ നടന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് പാലക്കോട്ടുവയൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് സൂരജിന് മർദ്ദനമേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഇടുക്കിയിലെ ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. നെടുങ്കണ്ടത്ത് നടക്കുന്ന ജില്ലാതല യോഗത്തിൽ പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി സംവദിക്കും. വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 500 പേരാണ് സംവാദത്തിൽ പങ്കെടുക്കുക. നെടുങ്കണ്ടം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് രാവിലെ 10:30 മുതൽ 12:30 വരെയാണ് ജില്ലാതല യോഗം നടക്കുക. വൈകിട്ട് LDF റാലിക്ക് ശേഷം നടക്കുന്ന പൊതുയോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എന്റെ കേരളം പ്രദർശന വിപണന മേള വാഴത്തോപ്പിൽ നാളെ തുടങ്ങും. ലഹരി വിരുദ്ധ സന്ദേശവുമായി വോളിബോൾ മത്സരത്തിനിറങ്ങിയ പ്രമുഖർ. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മത്സരത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ടീമിനെ നേരിടാൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരാണ് കളത്തിലിറങ്ങിയത്.
ലഹരിക്കെതിരെ കൈകോർക്കാമെന്ന സന്ദേശവുമായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വോളിബോൾ മത്സരം. കളത്തിലിറങ്ങിയത് കണ്ണൂരിലെ കരുത്തർ. CPIM, കോൺഗ്രസ്, ലീഗ്, BJP നേതാക്കൾ ഒറ്റക്കെട്ട്. ആ സർവ്വ ലഹരിക്കെതിരെയാണ്, രാസലഹരിക്കെതിരെയാണ് മന്ത്രിയുടെ സർവ്വ പതിച്ചിരിക്കുന്നത്. സർവീസിലാണ് EP-യുടെ തുടക്കം. മുൻ ആരോഗ്യമന്ത്രി കൂടിയായ നോക്കുന്നത്. ആദ്യഘട്ടത്തിൽ പിന്നിലായെങ്കിലും സർവീസിലൂടെ തുടർച്ചയായ 10 പോയിന്റുകൾ പിടിച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഉജ്ജ്വല പ്രകടനം. (25-14) ചേംബർ ഓഫ് കൊമേഴ്സിനെ ലീഡേഴ്സ് ടീം പരാജയപ്പെടുത്തി. മനോഹരമായി ആദ്യ പോയിന്റ്. കായിക രംഗത്ത് നിങ്ങൾ മഹാനാണ്. കടന്നപ്പള്ളി എവിടെ ജയിക്കും? കണ്ണൂരിന്റെ കായിക രംഗത്തെ പ്രതിഭാസമാണിത്. കൈകൊട് കൈകൊട് കൈകൊട്. ഓ, എല്ലാ രഹസ്യം വെളിപ്പെടുത്താൻ പറ്റൂല. പിന്നെ അദ്ദേഹം കടന്നപ്പള്ളിയിലെ പ്ലെയറായിരുന്നു. ഇപ്പൊ കണ്ണൂരിലെ നമ്പർ 1 പ്ലെയറാണ്. കളിയിടത്തോട് ലഹരി എന്ന മുദ്രാവാക്യത്തിനൊപ്പം നിൽക്കാനാണ് തിരക്കിനിടയിൽ നേതാക്കളും ജനപ്രതിനിധികളും കളത്തിലിറങ്ങിയത്. കളി വളരെ ആവേശകരമായിരുന്നു. ഒന്ന് നമ്മുടെ മന്ത്രി, മുൻ മന്ത്രി EP കടന്നപ്പള്ളി, കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് കൂടിയാണ് കളിക്കാൻ കഴിഞ്ഞത്. ഈ ഓരോ സ്മാഷും ലഹരിക്കെതിരായുള്ള ജനകീയ യുദ്ധത്തിന്റെ ഭാഗമാണ്. അല്ല, ആകെ ഒരു ഉഷാറായി. മറ്റൊന്ന് ഇതിന്റെ മെസ്സേജാണ്. അത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. നമ്മുടെ മന്ത്രിയും മുൻ മന്ത്രി EP ഉൾപ്പെടെയുള്ള, ടീച്ചർ ഉൾപ്പെടെയുള്ള ആ നേതൃത്വം അവരും നമ്മളോടൊപ്പം ചേർന്നു എന്നുള്ളതാണ്. 24 കണ്ണൂർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു വനിതാ ഡോക്ടറെ കുറിച്ചാണ്. ആള് ചില്ലറക്കാരിയല്ല. കിക്ക് ബോക്സിംഗിൽ ദേശീയ തലത്തിൽ 2 സ്വർണ്ണ മെഡലുകൾ ഇടിച്ചിട്ടിട്ടുണ്ട് ഈ കോട്ടയംകാരി. കൂടല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജനായ ഡോക്ടർ അനുവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഠിനാധ്വാനത്തിലൂടെയാണ് അനു തന്റെ ആഗ്രഹം സഫലമാക്കിയത്. ഒരിടി എന്ന് പറഞ്ഞാൽ 1.5 ഇടിയാണ്. വേണ്ടി വന്നാൽ 1-2 പേരെ ഒറ്റക്കിടിച്ചിടാനും സാധിക്കും. അതാണ് ഈ വനിതാ ഡോക്ടറുടെ പ്രത്യേകത. ഡോക്ടർ വന്ദന ദാസിന് ജോലിക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ തീരുമാനിച്ചതാണ് ചെറുത്തുനിൽപ്പിന് ഇങ്ങനെ എന്തെങ്കിലും പഠിക്കണമെന്ന്. ആ ആഗ്രഹത്തിനൊപ്പം ഭർത്താവ് ജിഷ്ണുവും കുടുംബവും നിന്നതോടെ എല്ലാം മാറി മറിഞ്ഞു. 3 വർഷം കൊണ്ട് ഒരു പ്രൊഫഷണൽ കിക്ക് ബോക്സറായി മാറി അനു ഡോക്ടർ. നമ്മുടെ വന്ദനയുടെ വിയോഗം, അപ്പോൾ അവളുടെ മരണം ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങളുടെ ഡോക്ടർ സമൂഹത്തിൽ തന്നെ വളരെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ശേഷമാണ് സ്വന്തം പ്രതിരോധവും എല്ലാം നമ്മുടെ സ്വന്തം കയ്യിലാണെന്ന് എനിക്ക് മനസ്സിലായത്. നമുക്കിട്ടൊരു അക്രമം വന്നു കഴിയുമ്പോഴത്തേക്കും ഓടി രക്ഷപ്പെടാനുള്ളൊരു മനസ്സെങ്കിലും നമുക്ക് വേണം. ജയ്പൂരിൽ നടന്ന നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഡോക്ടർ അനു വെറും കൈയോടെ മടങ്ങിയില്ല. 2 മെഡലുകളാണ് ഡോക്ടർ ബോക്സർ ഇടിച്ചിട്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഒപ്പോണൻറ്റിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടിറങ്ങിയാലും കുഴപ്പമില്ല, നമുക്ക് പറയാനൊരു കഥയായാലും ഇത്രയും വലിയൊരാളുടെ മുമ്പിലാണ് നമ്മൾ പരാജയപ്പെട്ടതെന്ന് പറയാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കയറിയപ്പം നമ്മുടെ ഗുരു പറഞ്ഞ അതേ രീതിയിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇറങ്ങുക ചെയ്തത്. കിക്ക് ബോക്സറായ ഡോക്ടറെ പിന്തുണച്ച് ആരോഗ്യമന്ത്രി തന്നെ എത്തി. ഫോണിൽ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. മാഡം അത്രയും തിരക്കിലുള്ള ഒരു പേഴ്സൺ നമ്മൾ ചെറിയൊരു അച്ചീവ്മെൻറ്റിനെ കാണുകയും ഒരു സ്ത്രീയോട് അനുമോദിക്കുന്നത് എങ്ങനെ, ഒരു സ്ത്രീക്ക് വേണ്ടി നിൽക്കുന്നത് എങ്ങനെയെന്ന് ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുകയാണ് ചെയ്തത്. അത്രയും പോസിറ്റീവായിട്ടൊരു റെസ്പോൺസാണ് മാഡം എനിക്ക് തന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. 35 വയസ്സുള്ള ഈ ഡോക്ടർ ഇന്ന് 2 കുട്ടികളുടെ അമ്മ കൂടിയാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ഇതിലൂടെ ഈ ഡോക്ടർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വനിതകളോടും ഇവർക്ക് പറയാനും ചിലതുണ്ട്. അവനവൻ്റെ സന്തോഷം, സമാധാനം, ആരോഗ്യം ഇത് അവനവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കാൻ അവനവൻ മാത്രമേ കാണത്തുള്ളൂ.
അപ്പോൾ അത് ചെയ്താൽ സന്തോഷമായിട്ട് പോവാം. അതുവഴി നമുക്ക് കുടുംബവും വളരെ സന്തോഷമായിട്ട് പോകാൻ പറ്റും. പെൺകരുത്തിൻ്റെ ഉത്തമ ഉദാഹരണമാകുകയാണ് ഡോക്ടർ അനു. മന്ത്രി വീണ ജോർജ് പറഞ്ഞ പോലെ ഇഷ്ടവും ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. രാവിലെ ഇന്ന് മോർണിംഗ് വാക്കില്ലേ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് മോർണിംഗ് വാക്കിനായി കാത്തിരിക്കുകയാണെന്ന് പറയുന്ന ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട്. ചില സാങ്കേതികമായ തടസ്സങ്ങൾ ഇന്നും ഉണ്ടായി, അതുകൊണ്ട് ഇന്നുകൂടി മോർണിംഗ് വാക്ക് ഇല്ല എന്ന് അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ഹസീന ഷാജി പറയുന്നു, മകൻ അർഷൻ ഷാജിയുടെ 10ാം പിറന്നാളാണ്, മോന് എല്ലാ ജന്മദിനാശംസകളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അത് പറഞ്ഞുകൊണ്ട് നമ്മളൊരു നല്ല വാർത്തയിലേക്ക് പോവുകയാണ്. ഭക്ഷണപ്പൊതി വിതരണത്തിന് വിവാഹ ദിനത്തിലും മുടക്കം വരുത്താതെ കൊല്ലത്തൊരു ഡിവൈഎഫ്ഐ നേതാവ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണം എത്തിക്കാൻ തന്റെ കമ്മിറ്റിക്ക് ചുമതലയുള്ള ദിവസം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കുന്നിക്കോട് സ്വദേശി നാസിഫ് ഹുസൈൻ നൽകിയത് ബിരിയാണിയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഞായറാഴ്ച ഭക്ഷണപ്പൊതികൾ എത്തിക്കേണ്ട ചുമതല കുന്നിക്കോട് മേഖലാ കമ്മിറ്റിക്കായിരുന്നു. വീട് കയറി പൊതിച്ചോറ് ശേഖരിക്കാൻ നേതൃത്വം നൽകേണ്ട നേതാവിന്റെ കല്യാണവും അന്നു തന്നെ. കുന്നിക്കോട് മേഖലാ കമ്മിറ്റി അംഗം നാസിഫിന്റെയും അജ്മിയുടെയും കല്യാണ തിരക്കിലായി ഒപ്പമുള്ളവരും. എന്നാൽ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ കല്യാണ നാളിൽ ബിരിയാണി നൽകാൻ നാസിഫ് തീരുമാനമെടുത്തു. വിളമ്പാനും പൊതിയാനും സഹപ്രവർത്തകരായ യുവ സഖാക്കളും റെഡി. അങ്ങനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നാസിഫിന്റെയും അജ്മിയുടെയും വിവാഹ സൽക്കാരമായി ഡിവൈഎഫ്ഐയുടെ ഭക്ഷണപ്പൊതി. വിവാഹവേദിയിലെത്തിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് നവദമ്പതികൾ ബിരിയാണി പൊതി കൈമാറി. വേറിട്ട പ്രവർത്തിക്ക് മന്ത്രിയുടെ അഭിനന്ദനം. മംഗളമുഹൂർത്തത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവരുടെ ജീവിതത്തിലെല്ലാം നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ ഒരു വിവാഹത്തിൻ്റെ മംഗള ആഘോഷങ്ങളുടെ ഇടയിലൊക്കെ സാധുക്കളെ ഓർക്കാൻ, അവരുടെ പട്ടിണി മാറ്റാൻ നല്ല മനസ്സ് കാണിച്ച ഈ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ടുപേരും ജീവിതത്തിൽ മാതൃകയാകട്ടെ എല്ലാവർക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഭക്ഷണപ്പൊതി വിതരണം ചെയ്തു. CPIM കുന്നിക്കോട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് അസ്ലം ഉൾപ്പെടെയുള്ളവരും ഉദ്യമത്തിൽ ഒപ്പം ചേർന്നു. 24 കൊട്ടാരക്കര. IPL പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികൾ. 9 മത്സരങ്ങളിൽ 7 തോറ്റ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന 5 മത്സരങ്ങളിൽ ജയിച്ചാൽ പോലും മറ്റു ടീമുകളുടെ ജയപരാജയങ്ങൾ നിർണായകം. തോൽക്കാൻ വേണ്ടി ശപഥമെടുത്ത രാജസ്ഥാൻ പ്ലേ ഓഫിൽ കയറിയിട്ട് എന്തിനെന്ന് സ്വന്തം ആരാധകരും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും തോൽവി ഇരന്നു വാങ്ങിയതാണ് RRകാർ. ഫിനിഷേഴ്സ് എന്ന പേരിൽ കോടികൾ കൊടുത്ത് നിലനിർത്തിയ ധ്രുവ് ജുറലും ഷിംറോൺ ഹെറ്റ്മെയറും ടീമിനെ തന്നെ ഫിനിഷ് ചെയ്തു. ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം കളി ജയിക്കില്ലെന്ന് റിയാൻ പരാഗും ഓർക്കണമെന്നും ഫാൻസ് ഓർമ്മിപ്പിക്കുന്നു. വാരിയലിന് പരിക്കേറ്റ നായകൻ സഞ്ജു സാംസൺ ഇന്നും കളിക്കാൻ സാധ്യതയില്ല. അതേസമയം 1ാം സ്ഥാനം തിരിച്ചുപിടിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ലക്ഷ്യം. 8-ൽ 6 കളിയും ജയിച്ച ഗുജറാത്തിന് ഇനി 4 പോയിന്റ് കൂടി മതി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ. ശുഭമാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ ത്രയത്തിന്റെ ബാറ്റിംഗ് മികവും പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് ജോഡിയുടെ തീപ്പൊരി ബൗളിംഗുമാണ് ഗുജറാത്തിന്റെ കുതിപ്പിന് പിന്നിൽ. റാഷിദ് ഖാൻ തന്റെ മിസ്റ്ററി ഡെലിവറികൾ വീണ്ടെടുക്കുക കൂടി ചെയ്തതോടെ ടൈറ്റൻസ് കീഴടക്കാൻ പ്രയാസമുള്ള സംഘമായി മാറിക്കഴിഞ്ഞു. നേർക്കുനേർ കണക്കുകളിലും ഗുജറാത്തിന്റെ മൃഗീയാധിപത്യമാണ്. ഈ സീസണിലെ 58 റൺസ് ജയം ഉൾപ്പെടെ 7-ൽ 6 ജയിച്ചത് ഗുജറാത്തായിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24.